ഒരു ലൈഫ് ടൈം ബാറ്ററിക്ക് വാറണ്ടി കിട്ടുന്നുണ്ട്. ഇനി ബാക്കിയുള്ള ഒരു കാര്യം കൂടെ നിങ്ങൾക്ക് സംശയം കാണുമായിരിക്കും. ഈ വാഹനത്തിന് ഒരു നോർമൽ ബാറ്ററിയും കൂടെ വരുന്നുണ്ട്. ആ നോർമൽ ബാറ്ററിയുടെ വാറണ്ടി എത്രയാണ്? നല്ല ഫീലാണ്. ജസ്റ്റ് ഒരു ടെസ്റ്റ് ഡ്രൈവ് എടുത്ത് നോക്കുക. കുറച്ചൊരു വൈകിട്ടാണ് ടെസ്റ്റ് ഡ്രൈവ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ലൈറ്റിന്റെ കാര്യങ്ങളൊക്കെ കറക്റ്റ് ഫീച്ചേഴ്സ് അറിയാൻ സാധിക്കും. ഫസ്റ്റ് സെഗ്മെന്റ് ആണെങ്കിലും സെക്കൻഡ് സെഗ്മെന്റ് ആണെങ്കിലും നിങ്ങൾക്ക് ഈ പറയുന്ന ഒരു ഫാസ്റ്റ് ചാർജർ വേണമെന്നുണ്ടെങ്കിലും അഡീഷണൽ 1,05,000 രൂപയുടെ വ്യത്യാസമുണ്ട്. എൻ്റെ ഒരു സജഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു സാധാരണ വ്യക്തിക്ക് ഏറ്റവും ബെനിഫിറ്റ് ആയിട്ട് എടുക്കാൻ പറ്റുന്ന, നമ്മൾ പരസ്യം കണ്ടൊരു കാര്യം ഉണ്ടായിരുന്നു, 9.99 ലക്ഷത്തിന് ഒരു EV വാഹനം. ശരിക്കും ആ വാഹനം തരുന്ന സമയത്ത് അതിനകത്ത് ബാറ്ററി ഇല്ല എന്ന് പറഞ്ഞാൽ ആരൊക്കെ സമ്മതിക്കും? 3.5 ലക്ഷം രൂപയാണ് എക്സ്ട്രാ വരുന്നത്. അപ്പോൾ 3.5 ലക്ഷം രൂപയ്ക്ക് ബാറ്ററിയോ? എന്താ ഞാൻ ഈ പറയുന്നത്? ഇതിനകത്ത് വരുന്ന ഒരു ചെറിയൊരു പണി, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന 8ന്റെ പണി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വാഹനത്തിന്റെ ബാറ്ററി രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. അതായത് എൻ്റെ ഒരു സംശയമായിരുന്നു, ഞാൻ അവരോട് ചോദിച്ചത്. അതായത് ഈ വാഹനം രജിസ്റ്റർ ചെയ്യുന്ന, ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, വിൻസർ EVയുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് സംശയങ്ങൾ അതിനകത്ത് വരും, വേറൊന്നും കൊണ്ടല്ല. ശരിക്കും ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു EV എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഇൻ സെഗ്മെന്റ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതൊരു കോംപ്ലിക്കേഷൻ അല്ല എന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് അതിനകത്ത് അറിയാൻ സാധിക്കും. അതിനകത്ത് നമ്മൾ പരസ്യം കണ്ടൊരു കാര്യം ഉണ്ടായിരുന്നു, 9.99 ലക്ഷത്തിന് ഒരു EV വാഹനം. ശരിക്കും ആ വാഹനം തരുന്ന സമയത്ത് അതിനകത്ത് ബാറ്ററി ഇല്ല എന്ന് പറഞ്ഞാൽ ആരൊക്കെ സമ്മതിക്കും? ഇല്ലെന്ന് പറയാൻ പറ്റില്ല, ബാറ്ററി ഉണ്ട്. പക്ഷേ ഈ ബാറ്ററി നമുക്കൊരു എന്താ പറയുക, റെന്റ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഒരു ലോണിന് നമ്മൾ എടുക്കുന്നു എന്നൊക്കെ പറയാൻ സാധിക്കും. അതായത് ഈ വാഹനത്തിന്റെ ബാറ്ററിക്ക് നമ്മൾ എക്സ്ട്രാ കൊടുക്കുന്നത് 3.5 ലക്ഷം രൂപയാണ് എക്സ്ട്രാ വരുന്നത്. അപ്പോൾ 3.5 ലക്ഷം രൂപയ്ക്ക് ബാറ്ററിയോ? എന്താ ഞാൻ ഈ പറയുന്നത്? ഇങ്ങനെയൊക്കെ ഒരുപാട് സംശയങ്ങളുണ്ട്. അതായത് ഒരു ലൈഫ് ടൈം വാറണ്ടി ബാറ്ററിക്ക് കിട്ടുന്നു, ഇതെല്ലാം നമ്മൾ കേട്ടൊരു കാര്യമാണ്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടാണ് ഞാൻ ഇന്നിപ്പോൾ പറയാൻ പോകുന്നത്. അതായത് ബാസ് എന്ന് പറയുന്നത്, BAAS, അതായത് ബാറ്ററി ആസ് എ സർവീസ് എന്ന് പറയുന്ന ഒരു സെഗ്മെന്റ് എന്താണ്, ഇതെന്താണ് സംഭവം എന്നൊക്കെ ഉള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്. അതായത് നിങ്ങൾ ഈ വാഹനം എടുക്കുന്ന സമയത്ത് ഏത് വേരിയന്റ് എടുക്കണം? 3 വേരിയൻസ് ഉണ്ട്. അതിൽ ഏതാണ് ഏറ്റവും നല്ല വേരിയന്റ്? അതിന്റെ കൃത്യമായിട്ടുള്ള ഓൺ റോഡ് പ്രൈസ് എത്രയാണ്? ബാസ് എന്ന് പറയുന്നൊരു ഫീച്ചർ എന്താണ്? നിങ്ങൾക്ക് ബാസ് വഴി വാഹനം എടുക്കുന്നതാണോ നല്ലത്, അതോ ഫുൾ പേയ്മെന്റ് കൊടുത്ത് വാഹനം എടുക്കുന്നതാണോ നല്ലത്? എന്തൊക്കെ കാര്യങ്ങൾ വാറണ്ടിയിൽ നമുക്ക് കവർ ചെയ്യുന്നുണ്ട്, അതായത് ഇതിനകത്ത് കൃത്യമായിട്ട് വാറണ്ടിയിൽ എന്തൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മുടെ ഈ വീഡിയോയിൽ വരുന്നത്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ MJ Explore. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ ഞാൻ ബാസ് എന്ന് പറയുന്നത് എന്താണ് സംഭവം, ബാറ്ററി ആസ് എ സർവീസ് എന്ന് ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഈ വാഹനം മേടിക്കുന്ന സമയത്ത് ഇതിന്റെ ബാറ്ററി മാത്രം നമുക്ക് ലോൺ ആക്കാൻ സാധിക്കും. കേരളത്തിൽ മൊത്തം ഇതിന്റെ ലോൺ ഫംഗ്ഷൻ ചെയ്യുന്നത് ബജാജ് എന്ന് പറയുന്ന ഫിനാൻസ് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ എടുക്കുന്നത് നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ഓപ്ഷൻ തരാം. അതായത് ഒന്നാമത്തെ കാര്യം, 3.5 ലക്ഷം രൂപ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന ഒരു ബാസ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ എടുക്കുകയേ വേണ്ട. നമുക്ക് വാഹനം മേടിക്കുന്ന കൂട്ടത്തിൽ തന്നെ അതിന്റെ ബാറ്ററിയും കൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. ഒരു പോയിന്റ്, അതൊരു മെയിൻ പോയിന്റ് ആണ്. രണ്ടാമത്തെ കാര്യം, നിങ്ങളിപ്പോൾ ഈ ബാസ് എന്ന് പറയുന്നൊരു ഫീച്ചർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മൊത്തം അടച്ചു വരുന്ന സമയത്ത്, അതായത് ഒരു മാസം അടയ്ക്കേണ്ട തുക എത്രയാണെന്ന് ചോദിച്ചാൽ 5290 രൂപ നിങ്ങൾ 96 മാസം, അതായത് 8 വർഷം നിങ്ങൾ അടയ്ക്കുന്നുണ്ട്. ഇങ്ങനെ 8 വർഷം അടച്ചു കഴിഞ്ഞാൽ 5 ലക്ഷത്തി ചില്ലറ നമുക്ക് പേയ്മെന്റ് ആയിട്ട് നമ്മൾ അടയ്ക്കുന്നുണ്ട്. അതായത് ബാക്കി പലിശ എണ്ണത്തിൽ പോവും. അപ്പോൾ ഇങ്ങനെ എടുക്കാനുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ വാഹനത്തിന്റെ 3.5 ലക്ഷം രൂപ കുറവ് നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് ഒരു വാഹനത്തിന്റെ ഓൺ റോഡ് പ്രൈസ് എത്രയാണോ അതിന്റെ 3.5 ലക്ഷം രൂപ നമുക്ക് കുറവ് കിട്ടും. അതൊരു വലിയ സംഭവം എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇതിനകത്ത് വരുന്ന ഒരു ചെറിയൊരു പണി, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന 8ന്റെ പണി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വാഹനത്തിന്റെ ബാറ്ററി രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. അതായത് എൻ്റെ ഒരു സംശയമായിരുന്നു, ഞാൻ അവരോട് ചോദിച്ചത്. അതായത് ഈ വാഹനം രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇത് ഹൈപ്പോത്തിക്കേഷൻ അല്ലെങ്കിൽ ഒരു ലോൺ എടുക്കുകയാണ് ഒരു ബാങ്കിൽ നിന്ന്. ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ ബാസ് ഫീച്ചർ എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏത് ബാങ്കിൽ നിന്നാണോ നിങ്ങൾ ബാസ് ഫീച്ചർ കിട്ടുന്നത്, ഞാൻ പറഞ്ഞ പോലെ കേരളത്തിൽ ഒരു സ്ഥലമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അവരുടെ തന്നെ കാർ ലോൺ എടുത്താൽ മാത്രം ഈ പറഞ്ഞൊരു ഫീച്ചർ കിട്ടത്തുള്ളൂ. അതായത് നാഷണലൈസ്ഡ് ബാങ്ക് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടാൻ ബുദ്ധിമുട്ട് വരും. അതായത് ആ ഒരു കാര്യം എടുക്കുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ബാസ് എന്ന് പറഞ്ഞൊരു ഫീച്ചർ കിട്ടത്തില്ല. അതും ഒരു വിഷയമുള്ള കാര്യമാണ്. അതുകൊണ്ട് എപ്പോഴും ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്, എൻ്റെ ഒരു പേഴ്സണൽ സജഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാസ് എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. നിങ്ങൾക്ക് ഓൺ റോഡ് പ്രൈസിൽ തന്നെ ഫുൾ പേയ്മെന്റ് അടച്ചെടുക്കുകയാണെങ്കിൽ മൊത്തം പക്കയായിരിക്കും. ഇനി രണ്ടാമത്തെ കാര്യം വരുന്നത്, ഈ വാഹനത്തിന്റെ വാറണ്ടി പറയുന്ന ബാറ്ററിക്ക് ലൈഫ് ടൈം ആണ്. ലൈഫ് ടൈം വാറണ്ടി എങ്ങനെ കൊടുക്കുന്നു, അല്ലെങ്കിൽ ലൈഫ് ടൈം വാറണ്ടി എത്രയാണ് പറയുന്നത്? ലൈഫ് ടൈം എന്ന് പറഞ്ഞാൽ ഒരു വാഹനത്തിന്റെ ലൈഫ് ടൈം എന്ന് പറഞ്ഞാൽ 15 വർഷമാണ്. 15 വർഷത്തേക്ക് ഈ വാഹനത്തിന്റെ ബാറ്ററിക്ക് എന്ത് കംപ്ലൈന്റ് വന്നാലും നിങ്ങൾക്ക് അത് റീപ്ലേസ്മെന്റ് കിട്ടുന്നതായിരിക്കും. പക്ഷേ ഇവിടെ ഒരു പണിയും കൂടെ ഉണ്ട്. അതായത് ഒരു സെക്കൻഡ് ഓണറാണ്. അതായത് ഞാൻ ഈ വാഹനം നിങ്ങൾക്ക് വിൽക്കുന്ന സമയത്ത് ഇത് വാങ്ങുന്ന വ്യക്തിക്ക് 8 വർഷം മാത്രമേ ഈ ബാറ്ററിക്ക് വാറണ്ടി കിട്ടുന്നുള്ളൂ. അപ്പോൾ ഒരു ഗുണമാണ്, ഗുണം ഇല്ലെന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. 8 വർഷം
രണ്ടാമത് വാങ്ങുന്ന ഒരു വ്യക്തിക്ക് വാറണ്ടി കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ 1,60,000 കിലോമീറ്റർ വരെ കിട്ടുന്നുണ്ട്. പക്ഷേ ഫസ്റ്റ് ഓണറിനാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. 15 വർഷത്തേക്ക് എന്ത് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിലും ആ ബാറ്ററി റീപ്ലേസ്മെൻറ്റ് ചെയ്ത് കിട്ടുന്നതായിരിക്കും. ഇനി നമുക്ക് ഫീച്ചറിലോട്ട് പോയാലോ. അങ്ങനെ 3 വേരിയൻസ് ആണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. ആദ്യത്തെ വേരിയൻറ്റ് എക്സൈറ്റ് എന്ന് പറയുന്ന ഒരു വേരിയൻ്റ് ആണ്. അതിൽ നമുക്ക് വരുന്ന മെയിൻ ഫീച്ചേഴ്സ് മാത്രം ഞാനിവിടെ എടുത്ത് പറയുന്നുള്ളൂ, വേറെ ഒന്നും കൊണ്ടല്ല. ഒരുപാട് ഫീച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു വാഹനമാണെന്ന് നമുക്കറിയാം. അപ്പോൾ ആദ്യത്തെ കാര്യം LED പ്രൊജക്ടർ ഹെഡ്ലൈറ്റ് വിത്ത് DRL, അടിപൊളി ഫീച്ചറാണ്. കാരണം ഏറ്റവും ബേസ് വേരിയന്റിൽ തന്നെ വന്നിരിക്കുന്നത്. LED ഫ്രണ്ട് പൊസിഷൻ ലാമ്പ്, LED ടെയിൽ ലൈറ്റ് വിത്ത് കണക്റ്റഡ് ലൈറ്റ്സ്, ഇലൂമിനേറ്റഡ് ഫ്രണ്ട് ലോഗോ, 17 ഇഞ്ചിന്റെ 17 ഇഞ്ച് സ്റ്റീൽ വീൽ വിത്ത് വീൽ കപ്പ് അല്ലെങ്കിൽ ഒരു വീൽ കവേഴ്സ്, ടേൺ ഇൻഡിക്കേറ്റർ ഓൺ, റിയർ വ്യൂ മിറർ വിത്ത് അഡ്ജസ്റ്റ്മെന്റ് കിട്ടുന്നുണ്ട്. ഫ്ലഷ് ഡോർ ഹാൻഡിൽസ് ആണ് കിട്ടുന്നത്. ഗ്ലാസ് ആന്റിന വരുന്നുണ്ട്, അതായത് റിയറിലെ ഷാർക്ക് ഫിന്നോ കാര്യങ്ങളൊന്നും വരുന്നില്ല, ഗ്ലാസിൽ തന്നെയാണ് ആന്റിന വരുന്നത്. ഡ്രൈവർ ആം റെസ്റ്റ് 60-40 സ്പ്ലിറ്റ് സീറ്റ്, അത് ഫാബ്രിക് മെറ്റീരിയലാണ് വരുന്നത്. സീറ്റുകളെല്ലാം ഫാബ്രിക് മെറ്റീരിയലാണ് വരുന്നത്. ഫ്രണ്ട് ആൻഡ് റിയർ സീറ്റ് ഹെഡ് റെസ്റ്റ് അഡ്ജസ്റ്റബിൾ ടൈപ്പ് ആണ് വരുന്നത്. LED ലഗേജ് റൂം ലൈറ്റ്, റിയർ AC വെന്റ്, LED ഫ്രണ്ട് റീഡിംഗ് ലാമ്പ്, 10.1 ഇഞ്ചിന്റെ ഇൻഫർടൈൻമെന്റ് സിസ്റ്റം ആണ്. സ്റ്റിയറിംഗ് മൗണ്ട് ഓഡിയോ കൺട്രോൾസ്, 3.3 കിലോ വാട്ട് പോർട്ടബിൾ ചാർജർ പ്ലസ് 3.3 കിലോ വാട്ട് AC ഹോം ചാർജിംഗ് സിസ്റ്റം നമുക്ക് അവൈലബിൾ ആണ്. മൾട്ടി ലെവൽ റിക്ലൈനിങ് റിയർ സീറ്റ്സ്, കിഡ് ഫീച്ചർ ആകട്ടെ, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചറാണ്. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ 7 ഇഞ്ചാണ് വരുന്നത്. മാനുവലി സീറ്റ് അഡ്ജസ്റ്റിംഗ് സാധ്യമാണ് ഡ്രൈവർ സൈഡ്. സ്റ്റിയറിംഗിന് ടിൽറ്റ് ആൻഡ് ടെലിസ്കോപ്പിക് ഫീച്ചർ അവൈലബിൾ ആണ്. ക്രൂയിസ് കൺട്രോൾ കിട്ടുന്നുണ്ട്. ഫുള്ളി ഓട്ടോമാറ്റിക് ടെമ്പറേച്ചർ കൺട്രോൾ, അതായത് AC ഓട്ടോ AC ആണ്. ഓൾ ഡോർ പവർ വിൻഡോ വിത്ത് ഓട്ടോ ഡൗൺ ഫീച്ചർ. ഡ്രൈവർ സൈഡ് മാത്രം അപ്പ് ആൻഡ് ഡൗൺ ഫീച്ചർ കിട്ടുന്നുണ്ട്, ബാക്കിയുള്ള എല്ലാത്തിലും ഡൗൺ ഫീച്ചേഴ്സ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ള ഓട്ടോ ഡൗൺ ഫീച്ചർ. പിന്നെ സേഫ്റ്റിയുടെ ഭാഗം ഫുള്ള് പക്ക തന്നെ നമുക്ക് പറയാം. 6 എയർ ബാഗ്, ESP ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ് കൺട്രോൾ, ഹിൽ ഡിസെന്റ് കൺട്രോൾ, ESS എമർജൻസി സ്റ്റോപ്പ് സിഗ്നൽ, റിയർ പാർക്കിംഗ് സെൻസർ, LED റിയർ ഫോഗ് ലാമ്പ്, ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം. ഇത് വേറൊരു കാര്യമുണ്ട്. ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം ഇതിനകത്ത് നമുക്ക് കിട്ടുന്നത് ഇൻഡയറക്റ്റ് ആണ്, അതായത് ഡയറക്റ്റ് അല്ല, നമുക്ക് മീറ്ററിൽ കാണിക്കുന്ന ടൈപ്പ് അല്ല, അലേർട്സ് മാത്രമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഓൾ 4 ഡിസ്ക് ബ്രേക്ക് കിട്ടുന്നുണ്ട്, ഓൾട്ടോ ഹോൾഡ് കിട്ടുന്നുണ്ട്, ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്കിംഗ് കിട്ടുന്നുണ്ട്, ISO ഫിക്സ് കിട്ടുന്നുണ്ട്, റെയിൻ സെൻസിങ് വൈപ്പേഴ്സ്, അതായത് വൈപ്പർ നമുക്ക് ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ ഓട്ടോ മോഡ് തന്നെയാണ്, മഴ പെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് അത് വർക്ക് ചെയ്യുന്നതായിരിക്കും. ഓട്ടോ ഹെഡ് ലാംപ്സ് കിട്ടുന്നുണ്ട്, ഫോളോ മീ ഹോം കിട്ടുന്നുണ്ട്, അതായത് ഫോളോ മീയും ഫോളോ ടു ദ വെഹിക്കിളും കൂടെ കിട്ടുന്നുണ്ട്, രണ്ടും കിട്ടുന്നുണ്ട്. ഡ്യുവൽ ഹോൺ വരുന്നുണ്ട്, മാനുവൽ ആന്റി ഗ്ലെയർ വരുന്നുണ്ട്, അതായത് ഇൻസൈഡ് റിയർ വ്യൂ മിററിന് മാനുവൽ ആയിട്ട് നമുക്ക് ബാക്കിലത്തെ ഗ്ലെയർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇത്രയും ഫീച്ചേഴ്സ് ആണ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത്. ഇതിനകത്ത് നമുക്ക് ഇൻഫർടൈൻമെന്റ് സിസ്റ്റത്തിന്റെ UI നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. നമുക്ക് ഇഷ്ടത്തിനുള്ള വിഡ്ജറ്റ്സ് കൊടുത്തിട്ടുണ്ട്, അത് കസ്റ്റമൈസ് ചെയ്യാനും സാധിക്കുന്നതാണ്. ഇതിന്റെ പ്രൈസ് വരുന്നത്, അതായത് ഓൺ റോഡ് പ്രൈസ് വരുന്നത് 15 ലക്ഷം രൂപയാണ് വിത്ത് ബാറ്ററി വരുന്നത്. നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ബാറ്ററി വേണ്ട, ബാസ് സിസ്റ്റത്തിൽ തന്നെ മതിയെന്നുണ്ടെങ്കിൽ 3.5 ലക്ഷം രൂപ 3.5 ലാക്സ് അവിടെ കുറവ് കിട്ടുന്നുണ്ട്. 3.5 ലക്ഷം രൂപ നിങ്ങൾക്ക് കുറവ് കിട്ടുന്നുണ്ട്. ആ ഒരു പ്രൈസിൽ ഈ വാഹനം ഇറങ്ങുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇനിയിപ്പോ നമുക്ക് സെക്കൻഡ് വേരിയന്റിലോട്ട് പോകാം. എക്സ്ക്ലൂസീവ് ആണ് സെക്കൻഡ് വേരിയന്റ്. അപ്പം എക്സ്ക്ലൂസീവ് നമുക്ക് കിട്ടുന്ന കിഡു ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ കിഡു ഫീച്ചേഴ്സ് ആണ്. ഫസ്റ്റ് തന്നെ 18 ഇഞ്ചിന്റെ ടയർ വിത്ത് ഡയമണ്ട് കട്ട് അലോയ്സ് ആണ് നമുക്ക് കിട്ടുന്നത്. ക്രോം ഫിനിഷ് ഓൺ വിൻഡോ ബെൽറ്റ് ലൈൻ, അതായത് ഈ സൈഡിൽ കൂടെ പോകുന്ന ഒരു ക്രോം ഫിനിഷ് നമുക്ക് കാണാൻ സാധിക്കും. കിഡു ലുക്കാണ്. നമുക്ക് ഇവിടെ ബാക്കിലത്തെ പോർഷനിൽ കൊടുക്കുന്നില്ല, നമുക്ക് അഡീഷണൽ ആയിട്ട് കൊടുക്കാൻ വേണ്ടിയുള്ള ഓപ്ഷനും വരുന്നുണ്ട്. ഡാഷ്ബോർഡ് ലെതർ പാക്ക് ആണ്. ഡാഷ്ബോർഡും ഡോർ ട്രിംസും കാര്യങ്ങളൊക്കെ ലെതറിൽ പാക്ക് ചെയ്തിരിക്കുന്നത്. ലെതർ സീറ്റ്സ് ആണ് ഇവിടെ കിട്ടുന്നത്. നേരത്തെ ഏറ്റവും ബേസ് മോഡലിൽ നമുക്ക് ഫാബ്രിക് സീറ്റ് ആണ്, ഇവിടെ നമുക്ക് ലെതർ സീറ്റ്സ് ആണ്. റോളർ ഷട്ടർ സ്റ്റോറേജ് അണ്ടർ സീറ്റിൽ, അതായത് സീറ്റിന്റെ താഴെ നമുക്ക് സെൻട്രൽ കൺസോളിൽ ഒരു റോളർ ഷട്ടർ ഉള്ള ടൈപ്പ് ഒരു സ്റ്റോറേജ് കിട്ടുന്നുണ്ട്. അതും കാണാൻ നല്ല രസമുണ്ട്. എന്നാൽ അതേ സ്ഥാനത്ത് നമുക്ക് ബേസ് വേരിയന്റിൽ അത് ഉണ്ടെങ്കിൽ പോലും അവിടെ ക്ലോസ് ചെയ്യാനുള്ള ഓപ്ഷനിൽ ഓപ്പൺ സ്പേസ് തന്നെയാണ്. LED റിയർ റീഡിംഗ് ലാംപ്സ്, 15.6 ഇഞ്ചിന്റെ ഇൻഫർടൈൻമെന്റ് സിസ്റ്റം ആണ് വരുന്നത്. അതായത് 15.6 ഇഞ്ചിന്റെ വലിയ സ്ക്രീനുള്ള നല്ല കിഡു ഇൻഫർടൈൻമെന്റ് സിസ്റ്റം ആണ് വരുന്നത്. വെറും ഇൻഫർടൈൻമെന്റ് സിസ്റ്റം അല്ല. നിങ്ങൾ എൻ്റെ ലാസ്റ്റ് വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയായിരിക്കും. വീഡിയോ കണ്ടില്ലെങ്കിൽ ഈ വീഡിയോ ഡേറ്റ് അവസാനം ഞാൻ കൊടുത്തേക്ക്, ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. എന്തൊക്കെയാണ് അതിന്റെ ഫീച്ചേഴ്സ് ഉണ്ട്, ഒറ്റ രക്ഷയില്ലാത്ത ഫീച്ചേഴ്സ് ആണ്. ഡ്രൈവ് വരെ നമ്മളത് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. 8.8 ഇഞ്ചിന്റെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആണ് വരുന്നത്. നമുക്ക് എല്ലാ കാര്യങ്ങളും അതിനകത്ത് കൃത്യമായിട്ട് കാണാൻ സാധിക്കും, ഇൻക്ലൂഡിംഗ് ടയർ പ്രഷർ, ടയറിന്റെ ടെമ്പറേച്ചർ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. 6 വേ പവർ അഡ്ജസ്റ്റബിൾ സീറ്റ് ആണ് വരുന്നത്. ഡ്രൈവർ സൈഡ് മാത്രമാണ് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ്മെന്റ് സീറ്റ്. സ്മാർട്ട് ഫ്ലഷ് ഡോർ ഹാൻഡിൽസ് ആണ് വരുന്നത്. അതായത് അൺലോക്ക് ചെയ്യുന്ന സമയത്ത് ഫ്ലഷ് ഡോർ ഹാൻഡിൽസ് പുറത്തോട്ട് ചാടി നിൽക്കുന്നത് കാണാം. ഏറ്റവും നല്ലൊരു ഫീച്ചറാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ കൈ പിടിക്കാൻ എളുപ്പമുണ്ട്. സാധാരണ നമ്മളോട് പ്രസ് ചെയ്യണം, സൈഡിൽ പ്രസ് ചെയ്ത് വേണം ഇത് പുറത്തോട്ട് തള്ളിയെടുക്കേണ്ടത്. ഇവിടെ ആകുമ്പോഴത്തേക്ക് ഇത് പുറത്തോട്ട് നിൽക്കുമ്പോൾ നമുക്ക് വളരെ കൃത്യമായിട്ട് തുറക്കാൻ
എളുപ്പമുള്ളൊരു ഫീച്ചർ തന്നെയാണ്. വയർലെസ് സ്മാർട്ട് ഫോൺ ചാർജേഴ്സ് അവൈലബിൾ ആണ്. പവേർഡ് ഫോൾഡിംഗ് ORVMs, അതായത് പുറത്തെ റിയർ വ്യൂ മിറേഴ്സും നമുക്ക് ഫോൾഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സൺവൈസർ വിത്ത് വാനിറ്റി മിറർ ആൻഡ് ഇലൂമിനേഷൻ, അതായത് ഒരു ബൾബും കൂടെ വരുന്നുണ്ട്. നമുക്ക് സൺഷീഡ് താത്ത് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തൊരു മിററും ഉണ്ട്, മേളിലൊരു ലൈറ്റും ഉണ്ട്. നല്ല കിടു ഫീച്ചറാണ്. ഓൾ ഡോർ പവർ വിൻഡോ വിത്ത് ഓട്ടോ അപ്പ് ആൻഡ് ഡൗൺ ഫീച്ചർ വിത്ത് ആന്റി പിഞ്ചിങ്. അത് ശരിക്കും പറഞ്ഞാൽ ആന്റി പിഞ്ചിങ് നല്ലൊരു ഫീച്ചറാണ്. ഒരു ആരെങ്കിലും ഒക്കെ കൈയൊക്കെ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഗ്ലാസ് നമ്മൾ പൊക്കിയാൽ പോലും ഒരു ലോഡ് വരുന്ന സമയത്ത് തിരിച്ച് താഴോട്ട് വരുന്നതായിരിക്കും. 360 ഡിഗ്രി ക്യാമറ അവൈലബിൾ ആണ്. അതായത് സെക്കൻഡ് വേരിയന്റ് തൊട്ട് 360 ഡിഗ്രി ക്യാമറ അവൈലബിൾ ആണ്. റിയർ സീറ്റ്, സെന്റർ ആംറസ്റ്റ്, ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം ഞാൻ പറഞ്ഞായിരുന്നു. ഓട്ടോ ഡിമ്മിംഗ് റിയർ വ്യൂ മിറേഴ്സ് അവൈലബിൾ ആണ്. റിയർ ഡീഫോഗേഴ്സ് അവൈലബിൾ ആണ്. ഐസ്മാർട്ട് കണക്റ്റിന്റെ ഇഷ്ടം പോലെ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അതെല്ലാം ഞാൻ ഇവിടെ താഴെ കൊടുത്തേക്കാം. ഒന്ന് വീഡിയോ പോസ് ചെയ്ത് വെച്ചത് ഫുൾ ഒന്ന് വായിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. മുഴുവൻ പറയാൻ പോയി കഴിഞ്ഞാൽ വീഡിയോ ഒരുപാട് ലെങ്തി ആയി. ഇനി ഇതിന്റെ പ്രൈസ് നമുക്ക് പറയാം. ഇത് ഓൺ റോഡ് പ്രൈസ് വരുന്നത് 16,10,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഇതിലും ബാറ്ററിയുടെ കേസ് നമ്മൾ പറഞ്ഞ പോലെ 3.5 lakhs നമുക്ക് കുറവ് കിട്ടും. നമ്മൾ ഈ പറയുന്ന പോലെ ബാസ് എന്ന് പറയുന്നൊരു ഫീച്ചർ എടുക്കുകയാണെങ്കിൽ എടുക്കണ്ട എന്ന് ഞാൻ സജസ്റ്റ് ചെയ്തത് എൻ്റെ പേഴ്സണൽ സജഷൻ മാത്രമാണ്. ബാക്കി അപ് ടു യു, നിങ്ങളുടെ ഇഷ്ടമാണ്. എനിക്ക് തോന്നിയൊരു കാര്യം മാത്രം ഞാൻ എൻ്റെതായ രീതിയിൽ പറയുന്നുള്ളൂ. നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. കാരണം 16,10,000 രൂപ എന്ന് പറയുന്ന വലിയൊരു എമൗണ്ട് ആണെന്ന് നമ്മൾ പറയത്തില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ആ ഒരു റേഞ്ചിൽ ഇത്രയും ഫീച്ചേഴ്സ് കിട്ടുന്ന നല്ലൊരു കാര്യം. വിത്ത് ഈ പറയുന്ന പോലെ ഒരു ലൈഫ് ടൈം ബാറ്ററിക്ക് വാറണ്ടി കിട്ടുന്നുണ്ട്. ഇനി ബാക്കിയുള്ളൊരു കാര്യം കൂടെ നിങ്ങൾക്ക് സംശയം കാണുമായിരിക്കും. ഈ വാഹനത്തിൽ ഒരു നോർമൽ ബാറ്ററിയും കൂടെ വരുന്നുണ്ട്. ആ നോർമൽ ബാറ്ററിയുടെ വാറണ്ടി എത്രയാണ്? ശരിക്കും 1 വർഷമാണ് ആ ഒരു ബാറ്ററിയുടെ കാലാവധി നിങ്ങൾക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ ടയേഴ്സിനും 1 വർഷം കിട്ടുന്നുണ്ട്. ഇൻഫർടൈൻമെന്റ് സിസ്റ്റവും കാര്യങ്ങളൊക്കെ 3 years നിങ്ങൾക്ക് വാറണ്ടി കിട്ടുന്നുണ്ട്. ഇനി ഏറ്റവും ടോപ്പ് വേരിയന്റ് ആയിട്ടുള്ള എസൻസ് എന്ന് പറയുന്ന വേരിയന്റ് ആണ്. അതിൽ നമുക്ക് കിട്ടുന്ന കുറച്ച് ഫീച്ചേഴ്സ് ഞാൻ ഈ ആദ്യം പറഞ്ഞ ഫീച്ചേഴ്സ് അല്ല ഇതിന് അവൈലബിൾ ആയതുകൊണ്ടാണ് പിന്നെ എടുത്ത് പറയാത്തത്. മൾട്ടി കളർ LED ആംബിയൻ ലൈറ്റ് ആണ്. 256 കളേഴ്സ് വരുന്ന LED ആംബിയൻ ലൈറ്റ് ഇവിടെ അവൈലബിൾ ആണ്. നല്ല കിടുവാണ്. അതായത് രാത്രിയൊക്കെ നമ്മൾ വാഹനം ഓടിക്കുന്ന സമയത്ത് ആ ലൈറ്റ്സ് ഒക്കെ കാണാൻ വേണ്ടി തന്നെ നല്ല ഫീലാണ്. ജസ്റ്റ് ഒരു ടെസ്റ്റ് ഡ്രൈവ് എടുത്ത് നോക്കുക. കുറച്ചൊരു വൈറ്റ് ആണ് ടെസ്റ്റ് ഡ്രൈവ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ലൈറ്റിന്റെ കാര്യങ്ങളൊക്കെ കറക്റ്റ് ഫീച്ചേഴ്സ് അറിയാൻ സാധിക്കും. ക്യാബിൻ എയർ ഫിൽറ്റേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. 7.4 kilowatts ഫാസ്റ്റ് ചാർജേഴ്സ് അവൈലബിൾ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞതെല്ലാം 3.3 kilowatts നോർമൽ ചാർജേഴ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്നത്. പക്ഷേ ബാക്കിയുള്ളത്, അതായത് ഞാൻ പറഞ്ഞ ഫസ്റ്റ് സെഗ്മെന്റ് ആണെങ്കിലും സെക്കൻഡ് സെഗ്മെന്റ് ആണെങ്കിലും നിങ്ങൾക്ക് ഈ പറയുന്ന ഒരു ഫാസ്റ്റ് ചാർജർ വേണമെന്നുണ്ടെങ്കിൽ അഡീഷണൽ ആയിട്ട് ഒരു 50,000 രൂപ, അതായത് 50,000 rupees കൂടെ അഡീഷണൽ ആയിട്ട് മുടക്കാന്നുണ്ടെങ്കിൽ ആ ഒരു കിറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ അത് ഇൻസ്റ്റാൾ സാധിക്കും. 7.4 kilowatts ഒരു ഫാസ്റ്റ് ചാർജറാണ് നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. 9 സ്പീക്കർ ഓഡിയോ സിസ്റ്റം ബൈ ഇൻഫിനിറ്റി ആണ് നമുക്ക് അവിടെ കിട്ടുന്നത്. വിത്ത് സബൂഫർ കൂടെ നല്ല കിടു ഫീൽ ആയിരിക്കും നമുക്ക് ആ പാട്ടൊക്കെ കേട്ടുപോകും. ബാക്കിയുള്ളതിനെല്ലാം 6 സ്പീക്കേഴ്സ് ആണ് വരുന്നത്. ഇവിടെ 9 സ്പീക്കേഴ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇൻഫിനിറ്റി വ്യൂ ഗ്ലാസ് റൂഫ് ആണ് കിട്ടുന്നത്. ഗ്ലാസ് റൂഫ് നമുക്ക് പനോരമിക് പോലെ ഓപ്പൺ ആകുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് തലയോ കാര്യങ്ങളൊന്നും പുറത്തോട്ട് ഇടാൻ പറ്റുന്നില്ല. പക്ഷേ എന്നാലും അത്രയും വൈഡ് ഗ്ലാസ് നമുക്ക് കാണുമ്പോഴത്തേക്കും അതും നല്ല കിടു ഫീച്ചർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. വെന്റിലേറ്റഡ് ഫ്രണ്ട് സീറ്റ് ആൻഡ് കോ ഡ്രൈവർ സീറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. ഫ്രണ്ടിലത്തെ 2 സീറ്റുകളും വെന്റിലേറ്റഡ് സീറ്റാണ് കിട്ടുന്നത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ AC-യുടെ വെന്റിലേഷൻ ആണ് വരുന്നത്. അതിനകത്ത് അഡീഷണൽ AC-യോ കാര്യങ്ങളൊന്നുമില്ല. എന്നാൽ ബ്ലോവർ ആണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ കിടു ഫീച്ചറാണ്, നല്ലൊരു ഫീൽ. ഇതെല്ലാം നമുക്ക് കൺട്രോൾ ചെയ്യുന്നത് ഇൻഫർടൈൻമെന്റ് സിസ്റ്റത്തിലാണെന്നും കൂടെ ഉള്ള കാര്യം നിങ്ങൾ കൃത്യമായിട്ടൊന്ന് ഓർത്തോണം. ഏതായാലും സംഗതി ഇത്രയും കാര്യങ്ങൾ നമുക്ക് കൂടുതൽ കിട്ടുന്നുണ്ട്. ഏറ്റവും ടോപ്പ് വേരിയന്റ് പ്രൈസ് വരുന്ന 17,15,000 രൂപയാണ് നമുക്ക് കിട്ടുന്നത്. അത് വിത്ത് ഫാസ്റ്റ് ചാർജിനും കൂടെ 7.5 ഫാസ്റ്റ് ചാർജിനും കൂടെ കിട്ടുന്നുണ്ട്. ഇങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു ഫസ്റ്റ് സെഗ്മെന്റ്, അതായത് ബേസ് വേരിയന്റ് വെച്ച് നോക്കുകയാണെങ്കിൽ 2,10,000 രൂപയുടെ വ്യത്യാസം വരുന്നുണ്ട്. എന്നാൽ തൊട്ട് ബാക്കിലുള്ള വേരിയന്റ് ആയിട്ടുള്ള സെക്കൻഡ് വേരിയന്റ് വെച്ച് നോക്കുകയാണെങ്കിൽ 1,05,000 രൂപയുടെ വ്യത്യാസമുണ്ട്. എൻ്റെ ഒരു സജഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു സാധാരണ വ്യക്തിക്ക് ഏറ്റവും ബെനിഫിറ്റ് ആയിട്ട് എടുക്കാൻ പറ്റുന്ന സെക്കൻഡ് വേരിയന്റ് തന്നെയാണ്. പക്ഷെ നിങ്ങൾക്ക് കുറച്ചുകൂടെ പൈസ ഇടാൻ പറ്റുമെന്നുണ്ടെങ്കിൽ, അതായത് ഒരു 1,00,000 രൂപയുടെ കൂടുതൽ മുടക്കി കഴിഞ്ഞാൽ, 1,05,000 രൂപയുടെ കൂടുതൽ മുടക്കി കഴിഞ്ഞാൽ ഇത്രയും ഫീച്ചേഴ്സ് കിട്ടുന്നുണ്ട്. ഇതിനകത്ത് നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് കിട്ടുന്ന പറഞ്ഞാൽ ആംബിയൻ ലൈറ്റ്, ഇൻഫിനിറ്റി വ്യൂ ഗ്ലാസിന്റെ കേസും, പിന്നെ എനിക്ക് തോന്നിയത് വെന്റിലേറ്റഡ് സീറ്റ്സും, ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് നമുക്ക് എടുത്തു പറയാൻ പറ്റുന്നത്. പിന്നെ 50,000 രൂപയുടെ നമുക്ക് ഈ പറയുന്ന ഒരു ചാർജറും കൂടെ അവൈലബിൾ ആണ്. അതായത് 50,000 രൂപയുടെ അഡീഷണൽ വരുമ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ തന്നെ നമ്മളൊരു സെക്കൻഡ് വേരിയന്റ് എടുത്തിട്ട് ഒരു ചാർജറും കൂടെ മേടിക്കുകയാണെങ്കിൽ തന്നെ നമുക്കൊരു 50 രൂപയും കൂടെ കൊടുത്തു കഴിഞ്ഞാലും പിന്നെ ഒരു 50 കൂടെ മുടക്കി ഇത്രയും കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യും, നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ഏറ്റവും ടോപ്പ് വേരിയന്റ് തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി അതല്ല നിങ്ങൾക്ക് അത്രയും അഫോർഡ് ചെയ്യാൻ സാധിക്കത്തില്ലെങ്കിൽ 16 ലക്ഷത്തിന്റെ ഈ പറയുന്ന ഒരു സെക്കൻഡ് വേരിയന്റ് എടുത്തു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. അത്യാവശ്യം എല്ലാ ഫീച്ചറും വരുന്നുണ്ട്. ബേസ് വേരിയന്റ് തൊട്ട് തന്നെ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്, ഒരു കുഴപ്പമില്ല. പക്ഷേ അവിടെ നിങ്ങൾ ഈ പറയുന്ന ഒരു 1,10,000 കൂടെ കൂടുതൽ മുടക്കുന്നതുകൊണ്ട് ഒരു നഷ്ടവും വരത്തില്ലെന്നേ ഞാൻ സജസ്റ്റ് ചെയ്യും. പിന്നെ വാറണ്ടിയുടെ കേസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ പോലെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. നിങ്ങളിത് സെയിൽ ചെയ്യുന്ന സമയത്ത് മാത്രം നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് വരാൻ സാധ്യതയുള്ളൂ. ബുദ്ധിമുട്ടൊന്നും പറയാനില്ല, 8 വർഷം വരെ അതായത് മേടിക്കുന്ന ഒരാൾക്ക് കിട്ടത്തുള്ളൂ. പിന്നെ ഇത് ഒരു ബൈബാക്ക് പോളിസി ഇതിനകത്ത് അവൈലബിൾ ആണ്. അത് നിങ്ങൾ വാഹനം മേടിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കണം. താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലും ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസും കൂടെ അവർ ഈ കാര്യങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും.